നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജപ്പാന്റെ സമാധാനപരമായ നിലപാടുകളിൽ നിന്ന് വലിയൊരു മാറ്റം പ്രകടമാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ റെക്കോർഡ് ബജറ്റ് അനുവദിച്ചിരിക്കുകയാണ് ജാപ്പനീസ് ക്യാബിനറ്റ്. കിഴക്കൻ ഏഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും അയൽ രാജ്യമായ ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളും കണക്കിലെടുത്താണ് ജപ്പാന്റെ ഈ നിർണായകമായ നീക്കം. ഏകദേശം $58 ബില്യൺ, അതായത് 9 ട്രില്യൺ yen വരുന്ന ഈ ബജറ്റ് മുൻവർഷത്തെ അപേക്ഷിച്ച് 9% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രതിരോധ ചെലവ് GDP-യുടെ 2% വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജപ്പാന്റെ ചുവടുവെപ്പായി ഇതിനെ കാണാം. തീരദേശ സംരക്ഷണം ശക്തമാക്കുന്നതിനും ശത്രുക്കൾക്ക് തിരിച്ചടി നൽകുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ പുതിയ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആളില്ല സംവിധാനങ്ങൾ വൻതോതിൽ വിന്യസിക്കുവാനുള്ള ഷീൽഡ് എന്ന പദ്ധതിക്കായി വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. 2008 മാർച്ചോടെ കടലിലും ആകാശത്തും ഒരുപോലെ നിരീക്ഷണം നടത്തുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ വിന്യസിക്കുവാനാണ് ജപ്പാൻ ലക്ഷ്യമിടുന്നത്. ഉപരിതലത്തിൽ നിന്ന് കപ്പലിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ വികസിപ്പിക്കുന്നതിലൂടെ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കുവാൻ ജപ്പാന് സാധിക്കുമെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നു. കേവലം ഒരു പ്രതിരോധ നിര എന്നതിലുപരി ആവശ്യമായി വന്നാൽ പ്രത്യാക്രമണം നടത്തുവാനുള്ള ജപ്പാന്റെ പുതിയ നയം ഏഷ്യൻ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ജപ്പാന്റെ ഈ സൈനിക മുന്നേറ്റങ്ങൾ ചൈനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തായ്വാൻ വിഷയത്തിൽ ജപ്പാൻ സ്വീകരിക്കുന്ന നിലപാടുകളാണ് തർക്കത്തിന്റെ പ്രധാന കാരണം. ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ജപ്പാൻ സൈനികമായി ഇടപെട്ടേക്കാം എന്ന പ്രധാനമന്ത്രി സനൈ തകായിച്ചിയുടെ പ്രസ്താവന ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ നയതന്ത്രപരമായും സാമ്പത്തികപരമായും ചൈന ജപ്പാനെതിരെ നീക്കങ്ങൾ ആരംഭിച്ചുവെങ്കിലും സ്വന്തം സുരക്ഷാ നയങ്ങളിൽ മാറ്റം വരുത്തുവാൻ ജപ്പാൻ തയ്യാറായിട്ടില്ല. ചൈന തങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രപരമായ വെല്ലുവിളിയായിട്ടാണ് ടോക്കിയോയെ വിലയിരുത്തുന്നത്. ദക്ഷിണ ചൈന കടലിലും തായ്വാൻ കടലിടുക്കിലും ചൈന നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ജപ്പാൻ കരുതുന്നു. സൈനിക ബജറ്റിന് പുറമെ ജപ്പാന്റെ ബഹിരാകാശ പദ്ധതികളെയും ചൈന കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ജപ്പാൻ നടത്തുന്ന റോക്കറ്റ് വിക്ഷേപണങ്ങൾ ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുവാനുള്ള നീക്കമാണെന്നാണ് ബീജിംഗിന്റെ ആരോപണം. പേൾ ഹാർബർ ആക്രമണത്തിന് മുൻപുള്ള സാഹചര്യത്തിൽ ഉപമിച്ചുകൊണ്ടാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച ജപ്പാന്റെ സമാധാന ഭരണഘടന സൈനിക നടപടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിലും 2015 ഭേദഗതി പ്രകാരം സഖ്യകക്ഷികളുടെ സംരക്ഷണത്തിനായി സൈന്യത്തെ ഉപയോഗിക്കുവാൻ ജപ്പാന് അനുവാദമുണ്ട്. ഇത് മുൻനിർത്തിയാണ് ജപ്പാൻ അമേരിക്കയുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നത്. മേഖലയിലെ ഈ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കുന്ന രീതിയിലുള്ള പ്രകോപനങ്ങളും ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ജപ്പാൻ വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് വിമാനങ്ങൾ റഡാർ ലോക്ക് ചെയ്ത സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ്. തായ്വാന് അമേരിക്ക നൽകുന്ന പിന്തുണയും സ്വതന്ത്ര തായ്വാൻ എന്ന ആശയത്തെ ജപ്പാൻ അനുകൂലിക്കുന്നതും ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ശീതയുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. സ്വന്തം സൈനിക നവീകരണം അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിൽ നിന്നാണെന്ന് ചൈന വാദിക്കുമ്പോൾ മാറുന്ന ലോകക്രമത്തിൽ സ്വയം പ്രതിരോധിക്കുവാൻ ജപ്പാൻ നടത്തുന്ന ഈ വൻ നിക്ഷേപങ്ങൾ വരും വർഷങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.